മീഡിയ ഡെയിലി ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ഹബീബ് എം. ജയിലുകളിൽ ജാതി വിവേചനം പാടില്ലെന്ന് സുപ്രീം കോടതി. വയനാട് ദുരന്തത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നിയമസഭാ സമ്മേളനത്തിന് തുടക്കം കുറിച്ചു. NCPയിലെ മന്ത്രിമാറ്റത്തിൽ കടുത്ത നടപടിക്കൊരുങ്ങി തോമസ് കെ തോമസ്. ഞാൻ കണ്ട മനാഫ് ഒരു മനുഷ്യനാണ്. അഖിൽമാര. മനാഫിനെതിരെ കേസ് കൊടുത്ത് അർജുനന്റെ സഹോദരി. ഗാസയിൽ ഇസ്രായേൽ ആക്രമണം രൂക്ഷം, 71 മരണം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പത്രസമ്മേളനം ഹഹഹഹ എന്ന ചിരിയിലൊതുക്കി. എരുമേലി ക്ഷേത്രത്തിൽ കുറി തൊടുന്നതിനുള്ള ഫീസ് ഹൈക്കോടതി ചോദ്യം ചെയ്തു. ഭക്തരെ ചൂഷണം ചെയ്യാൻ അനുവദിക്കില്ലെന്ന്. കാനഡയിൽ വെയ്റ്റർ ജോലിക്കായി കാത്തു നിൽക്കുന്നത് 3000-ലധികം വിദ്യാർത്ഥികൾ. കരുത്തുറ്റ അമ്മയായി നിലകൊള്ളുക, നീ ശക്തിയായ ഒരു സ്ത്രീയാണ്. അമൃത സുരേഷിന് പിന്തുണ ഗോപി സുന്ദർ. സെക്രട്ടേറിയറ്റിന്റെ 3ാം നിലയിൽ നിന്നും ചാടി ഡെപ്യൂട്ടി സ്പീക്കർ. മഹാരാഷ്ട്രയിലാണ് സംഭവം നടന്നത്. പോലീസ് ആസ്ഥാനത്ത് DGPയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നു. സൽമാൻ ഖാനും ഐശ്വര്യ റായും വിവാഹിതരായോ? കോടതിയിൽ വെച്ച് വിവാഹിതരായി എന്നുള്ള വീഡിയോ വൈറലായിക്കൊണ്ട്. ഗാസയിൽ ഇസ്രായേൽ ആക്രമണം അതിശക്തമായി തുടരുന്നു. 71 പേരാണ് ഈ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടത്. ഗാസയുടെ വിവിധ മേഖലകളിൽ നടത്തുന്ന ഇസ്രായേൽ ആക്രമണത്തിൽ 71 ഫലസ്തീനികളാണ് മരണമടഞ്ഞത്. അഭയാർത്ഥി കേന്ദ്രങ്ങളിലും അനാഥശാലകളിലും അടക്കമാണ് ഇവർ വെടിവെപ്പും ബോംബാക്രമണവും നടത്തുന്നത്. 82 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കൊല്ലപ്പെട്ടവരിൽ സ്ത്രീകളും കുട്ടികളും അടക്കം ധാരാളം പേരുണ്ട്. നിരപരാധികളായ ഫലസ്തീനികളെ കൊന്നൊടുക്കുന്നതിനെതിരെ ശബ്ദമുയർത്താൻ ലോകത്ത് ഒരു രാജ്യവുമില്ല എന്നത് ഏറെ ദുഃഖകരമായ ഒരു സംഭവം തന്നെയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം നടത്തിയ പത്രസമ്മേളനത്തിൽ കണ്ട പോലെ അവരുടെ വിശ്വാസത്തിൻ്റെയും പേരിൻ്റെയും പേരിൽ കൊന്നൊടുക്കുമ്പോൾ അവരും മനുഷ്യരാണ് എന്ന സത്യം മറന്നു പോവുകയാണ്. ഈ ക്രൂരത എന്നവസാനിക്കും. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നടത്തിയ പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി ഏറെ സന്തോഷത്തിലാണ് അവസാനം വരെ ഇരുന്നത്. പത്രക്കാരുടെ ഓരോ ചോദ്യത്തിനും ഹഹഹഹ എന്ന ഒരു ചിരി മാത്രമായിരുന്നു മറുപടി. പത്രക്കാരുടെ ഓരോ ചോദ്യത്തിനും ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണ എന്ന രീതിയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ ഭാവം. അവസാനം മുന്നിലിരിക്കുന്ന മൈക്കിനെ പഴിചാരി പത്രക്കാരെ നോക്കി പരിഹസിച്ച് ചിരിച്ചുകൊണ്ട് അദ്ദേഹം പത്രസമ്മേളനം അവസാനിപ്പിച്ചു. കിടപ്പുമുറിയിൽ യുവതിയെ കഴുത്തറുത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. വീട്ടിലെ കിടപ്പുമുറിയിൽ യുവതിയെ കഴുത്തറുത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. മുളവക്കാട് നോർത്ത് സെന്റ് ആന്റണീസ് റോഡിൽ ധാരണി വീട്ടിൽ ധനിക 30 വയസ്സുകാരിയാണ് മരിച്ച നിലയിൽ കണ്ടത്. ഏകമകൾ ഇൻഷാവിയെ കഴുത്തിൽ ഗുരുതര മുറിവുകളോടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചിൽ മരണപ്പെട്ട അർജുനന്റെ കുടുംബം വലിയ തോതിലുള്ള ആരോപണങ്ങളാണ് ലോറി ഉടമ മനാഫിനെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർത്തിക്കൊണ്ടുവരുന്നത്. മനാഫിനെതിരെ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതായിട്ടും അറിയാൻ കഴിഞ്ഞു. ഇദ്ദേഹത്തിന്റെ പേര് മനാഫ് എന്നായതുകൊണ്ടും ഇദ്ദേഹം ഒരു മതവിശ്വാസി ആയതുകൊണ്ടുമാകാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള പ്രചരണങ്ങളും കേസുകളും എല്ലാം നടക്കുന്നത്. മനാഫ് ലോറി കണ്ടെത്തുന്നതിനും അതേപോലെ തന്നെ അർജുൻ്റെ ബോഡി തിരിച്ചു കിട്ടുന്നതിനും വേണ്ടി നടത്തിയ ശ്രമങ്ങളൊക്കെ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് ഇതിന് പിന്നിൽ നടത്തുന്ന ആസൂത്രിതമായിട്ടുള്ള ഒരു നീക്കം തന്നെയായിട്ടാണ് ഈ വിഷയത്തെ നാം കാണേണ്ടത്. ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമായി മാറ്റി നിർത്തേണ്ട ഒന്നല്ല. കാരണം ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ഐക്യത്തെയും സാഹോദര്യത്തെയും മുറിവേൽപ്പിക്കുന്ന തലത്തിലുള്ള പല പ്രചരണങ്ങളുമാണ് ഇതിന് പിന്നിൽ നടക്കുന്നത് എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. കേരളത്തിലേതുൾപ്പെടെ ജയിലുകളിൽ കടുത്ത ജാതി വിവേചനമുണ്ടെന്ന് ഹർജി പരിഗണിച്ച സുപ്രീം കോടതി ജയിലുകളിൽ ജാതി അടിസ്ഥാനമാക്കി തൊഴിൽ ചെയ്യുന്നത് നിർത്തലാക്കാനും ജയിൽ രജിസ്റ്ററിലെ ജാതി കോളം ഒഴിവാക്കാനും ഉത്തരവിട്ടു. ജയിലുകളിലെ ജോലി ജാതിയുടെ അടിസ്ഥാനത്തിൽ വീതം വെച്ച് നൽകാനും പാടുള്ളതല്ല എന്നും ഉത്തരവിൽ പറയുന്നു.